വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. പീരീഡ്സിൻ്റെ സമയത്ത് പല സ്ത്രീകളും ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട്. വല്ലാത്ത വേദന, വല്ലാത്ത ക്ഷീണം, ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ, ഒന്നിനോടും ഇഷ്ടമില്ലാത്ത അവസ്ഥ, വല്ലാത്ത ദേഷ്യം, ആളുകളോട് ദേഷ്യം, ചെയ്യുന്ന കാര്യങ്ങളോട് ദേഷ്യം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ സ്ത്രീകൾ പറയാറുണ്ട്. ചില ആളുകൾ പറയാറുള്ളത് മരണവേദന പോലെയാണെന്നാണ്. കണ്ണൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പോയി പെടയുന്ന അവസ്ഥകളൊക്കെ പല സ്ത്രീകളും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും നമ്മോട് വളരെ സന്തോഷത്തോടു കൂടി ചികിത്സാ അനുഭവം പങ്കുവെക്കാൻ നമ്മുടെ കൂടെ എന്നുള്ളത് നുസ്രത്താണ്. മണ്ണാർക്കാടാണ് വീട് അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് താനൂർ ക്ലിനിക്കിലാണ്. എന്താണ് അത്ര ദൂരത്തുനിന്ന് വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ? അത് എനിക്ക് ഓൾറെഡി ഈ ആൻറ്റിബയോട്ടിക്കിനോട് താല്പര്യമില്ല. കാരണം ഞാൻ ടോൺസിലൈറ്റിസിനൊക്കെ 3 മാസമൊക്കെ തുടർച്ചയായിട്ട് ഇത് കുടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയറ് കാഴ്ച അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ എന്തോ ഒരു അള്ളാൻ്റെ എന്തോ ഒരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ അതിനോട് എങ്ങനെ എത്തിയ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണോന്നും അറിയില്ല, ഓർമ്മയില്ല എനിക്ക് എങ്ങനെയാണ്. എന്തായാലും എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ. എന്താണ് ശരിക്കും പീരീഡ്സിന്റെ സമയത്തുണ്ടായ ബുദ്ധിമുട്ട്? ഇതിൻ്റെ സമയത്ത് കഴിഞ്ഞ 2024 ജൂൺ മുതൽ ഭയങ്കര എന്താ പറയുക, കിടപ്പിലായ പോലെ. ഇപ്പോൾ തലവേദനയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ തലച്ചോറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആരോ ഇങ്ങനെ ഞെവണ്ടി കളയണ മാതിരി. നമ്മള് പഴമൊക്കെ കഴിക്കില്ല, അതേമാതിരി. അതല്ല, പീരീഡ്സിന്റെ സമയത്ത് ഈ അവസ്ഥ വരും. പീരീഡിന്റെ സമയത്താണ് അത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1.5 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ ടൈമിൽ പിന്നെ പറ്റ വയ്യാണ്ടാവും. അത് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത പറ്റ വയ്യാണ്ടാവും എനിക്ക്. പിന്നെ വെച്ചാൽ എന്താ എനിക്കെന്നെ അറിയില്ല, ഞാൻ എന്താ ബോധം കെട്ട് കിടക്കുകയാണോ എന്താന്ന് എന്നെ തല ചുറ്റി വീണ് കിടക്കണം, ഒന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അധികം എനിക്ക് ചില സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് വല്ലാണ്ടൊന്നും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇപ്പം എത്ര ഇതായി, 4 സിറ്റിംഗ് ആയിട്ടുള്ളൂ. ബേബിയിൽ കാണിച്ചിട്ടുണ്ട്, ബേബി മെമ്മോറിയലിൽ. പിന്നെ ഇവിടെ എടത്തനാട്ടിലെ ഒരു സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എനിക്ക് ഹോർമോണിൻ്റെ ഗുളികയാണ് എഴുതി തന്നെ. ഞാൻ അതിൻ്റെ സൈഡ് എഫക്റ്റ് നോക്കിയപ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതെനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഹോർമോൺ ഗുളികൻ്റെ. പക്ഷേ എനിക്കില്ലാത്ത അസുഖങ്ങളാണ് അതിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതെനിക്ക് എന്തായാലും അത് വരുന്നത് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുന്നതും ഇവിടെ എത്തിപ്പെടുന്നത്. അൽഹംദുലില്ലാ ഈ മാസം എനിക്ക് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എന്താ പറയുക, ഞാൻ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേനു. ഞാൻ എൻ്റെ ബോഡിയിലേക്കും മൈൻഡിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേനു, എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുമ്പോൾ ഒന്നുമില്ല. മാഷാ അല്ലാഹ്. ആ തലവേദന പോലത്തെ ആ ബുദ്ധിമുട്ടോ എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ എനിക്ക് പറയാനറിയില്ല അമ്മാതിരി ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തലേൻ്റെ സ്കിന്നിൻ്റെ അടിയൊന്നും അല്ല, തലയോട്ടൊന്നും അല്ല, അതിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് ശരിക്കും തലച്ചോർന്ന് എനിക്ക് മനസ്സിലാവേണ്ട പ്രശ്നം. ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങിയപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പോയില്ലേ? എന്നോട് ഒരു അനുഭവം പങ്കുവെച്ചു. അത് ഭയങ്കര ഒരു അത്ഭുതമായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഈസ്റ്റോ ഫംഗൽ ഇൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് വാങ്ങിച്ചു. നിങ്ങളെടുത്ത് ചികിത്സക്ക് വന്ന മരുന്ന് വാങ്ങിച്ചു. പക്ഷെ ഇവിടെ ചികിത്സക്ക് വന്ന ചൊവ്വാഴ്ച പോയിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചു. പക്ഷെ ചൊവ്വാഴ്ച രാത്രിയാണോ ബുധനാഴ്ച രാത്രിയാണോ എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് മൂത്രമൊഴിച്ച് കഴിഞ്ഞ സമയത്ത് കുറേ ഒരു എറുമ്പിന്റെ മുട്ട പോലത്തെ കുറേ സാധനങ്ങൾ മൂത്രത്തിലൂടെ പോയിക്കാം. അതെനിക്ക് ഭയങ്കര, അത് പോയി കഴിഞ്ഞാൽ ആ ചൊറിച്ചിലെന്നെ അങ്ങോട്ട് പറ്റ മാറിപ്പോയി. അതെനിക്ക് ഭയങ്കര ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. ചെന്നൈ പോവാണ്. കറക്റ്റ് ആ ഒരു പീരീഡിന്റെ അടുക്ക് പ്രയാസങ്ങൾ മാറി. പിന്നെ സിസ്റ്ററോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ താല്പര്യം പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ. ഓക്കെ, ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ യൂട്യൂബ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണും. മിക്കതും മരുന്ന് വാങ്ങിക്കഴിക്കാന്നുള്ളത് തന്നെ എല്ലാവരും ചെയ്യുക. പക്ഷെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കൂല. അതിങ്ങനെ കഴിക്കുകയും ചെയ്യും. അതിനൊപ്പം കൃത്രിമമായിട്ടുള്ള ഒരു ചൂടും
ഒരു ആളലും കത്തിലൊക്കെ വന്നിട്ട് ഒരു വിശപ്പുണ്ടാവും. അങ്ങനെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യും, ഒരുപാട് വണ്ണവും വെക്കും. ഈ വണ്ണം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് അസുഖങ്ങൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വരും. മടി, ഒന്നിനോട് താല്പര്യമില്ലാതിരിക്കുക. അപ്പോൾ ഇത് ഒരു കാരണമായിട്ടല്ല ഈ വണ്ണം വെക്കുന്നത്, ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഹോർമോൺസ് ചേഞ്ച് ഉണ്ടാവും, ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ഡിസോർഡർ ആവും, മൊത്തത്തിൽ പ്രതിരോധശേഷി കുറയും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് പ്രതിരോധശേഷിക്ക് ഒരു കോട്ടവും തട്ടാത്ത രൂപത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ശരീരത്തിലെ ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ അല്ലേ നല്ലത്. അതെ, ഞാനിപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഗൂഗിളിലാണെങ്കിലും ഒരു ഓതൻറ്റിക് അല്ലാത്തൊരു ഇത് ഞാൻ നോക്കില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ മുഴുവൻ സൈഡ് എഫക്ട്സ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ആ രോഗം മാറുന്നതിനെക്കാട്ടി ഇരട്ടി കൂടുതൽ സൈഡ് എഫക്ട്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറൊരു മാർഗ്ഗം ഞാൻ അന്വേഷിച്ച് ഇവിടെ എത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മാത്രമല്ല അതിൽ പലപ്പോഴും പറയാം PCOD, പിന്നെ തൈറോയിഡ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളിൽ കൂടെ പോയി പിന്നെ തൈറോയിഡിന് മരണം വരെ മരുന്ന് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ ഈ സ്റ്റേജ് ഇങ്ങനെ പോവും. തൈറോയിഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ ചെയ്യണം, ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ രോഗത്തിലേക്ക് പോവുക ചെയ്യുന്നത്. ഏതായാലും അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറലായിട്ട് സുഖപ്പെടാനൊരു വഴിയുണ്ടോയെന്നൊക്കെ അന്വേഷിക്കുന്നവർ ഈ ചികിത്സയിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഏതായാലും എല്ലാവർക്കും ഇത് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഈ ചികിത്സ ഒരു വഴിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.